ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മുക്കുതല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തമിഴ്നാട് റെസിപ്പി ആയിട്ടാണ്. അതായത് ചെറിയ ഉള്ളി, വെണ്ടയ്ക്ക, ഇത് രണ്ടും ചേർത്തൊരു പുളിങ്കറിയാണ്. രുചികരമായിട്ടുള്ളൊരു കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ ഇഷ്ടപ്പെടാതിരിക്കില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ളൊരു അത്തരത്തിലുള്ള മനോഹരമായിട്ടൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതെല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തമിഴ്നാട് പുളിങ്കറിയുടെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 200 ഗ്രാം ചുവന്നുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5-6 വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കി മുറിക്കിയത്, ഒരു 10 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1/4 മുറി നാളികേരത്തിനേക്കാൾ കുറച്ച് കൂടുതൽ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നാളികേരം അരച്ച് മാറ്റി വയ്ക്കാം. പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇതിന് ശേഷം ഇടുന്നുണ്ട്. ഉലുവ കൂടി പൊട്ടി വന്നാൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം കായമാണ് ഞാൻ അതിലേക്ക് ഇടുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കായത്തിൻ്റെ പൊടിയാണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ട, അവസാനം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു കഷ്ണം കായം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ 2 വറ്റൽമുളക് 4ആയി കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഇതിലേക്ക് എടുത്ത് മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു 5 മിനിറ്റ് നേരം. ഇത്രയും ആയപ്പോൾ ഞാൻ ഇതിലേക്ക് വെണ്ടയ്ക്കയും വെളുത്തുള്ളി അല്ലിയും കൂടി അതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കണം ഒരു 5-6 മിനിറ്റ്. കുറച്ച് കറിവേപ്പില ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയെല്ലാം ഒന്ന് വാടി വരും, അതേപോലെ ഉള്ളി കളറൊന്ന് മാറി വരും. ഏകദേശം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. തക്കാളി ഒന്ന് ഉടഞ്ഞു ചേരണം, ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു ചേരണ്ട, എന്നാലും ആവശ്യത്തിന് ഉടയണം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് തക്കാളി കൂടി വഴറ്റി ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. തക്കാളി പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം തക്കാളി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും ഉടഞ്ഞാൽ മതി, ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞ് അലിഞ്ഞ് ചേരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 4-5 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല നല്ല രീതിയിലൊന്ന് എണ്ണയൊക്കെ തെളിയുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് ഒരു പുളിങ്കറിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പുളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി കൂടുതലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുളി ഒരുപാട് വേണം എന്നില്ലെങ്കിൽ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുത്താലും ഈ കറിക്ക് ടേസ്റ്റ് കുറയില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഒരു പുളിങ്കറിയാണ് ഞാൻ ഇത് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് തിക്ക് ഗ്രേവി ആയിട്ടാണ് വരിക. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ
മിക്സിയിൽ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല തിക്നെസ്സായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം മിക്സി കഴുകിയിട്ട് അതിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം കൂടെ വെള്ളം ആവാം എന്ന് തോന്നുന്നു. ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്, കാരണം ഇനി ഇതൊന്നുകൂടെ വറ്റിപ്പോകും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരുപാട് നേരം വേവാനൊന്നുമില്ല, ഇതൊന്ന് തിളച്ചാൽ മതി കേട്ടോ. നമ്മൾ അടച്ചു വെച്ചു. തിള വന്നതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അതിലിടയ്ക്ക് നമ്മുടെ പാടം, തൊട്ടടുത്തുള്ള പാടം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് തമിഴ്നാട് സ്റ്റൈൽ പുളിങ്കറി. സൂപ്പർ കറിയാണത്. നിങ്ങൾ ഇതേ പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ആയി എടുത്താൽ ഈ കറിക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. രുചികരമായിട്ടുള്ള ഒരു കറിയാണിത്. ചോറുണ്ണാൻ ബെസ്റ്റാണ്. പിന്നെ ചപ്പാത്തി, പൊറോട്ട ഇതിക്കെല്ലാം നടക്കും. പക്ഷേ ഒരുപാട് പുളി കൂടുതലുള്ള കാരണം നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ചോറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തിപ്പോകാൻ ശ്രമിക്കുക. അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും ഞാൻ നിങ്ങളോട് ഇപ്പോൾ വിട പറയുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ജനോ ജനാർദ്ദനൻ. ബായ്.